ഇന്ന് നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഓടിക്കയറാൻ പറ്റത്തില്ലെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, എത്തിപ്പെടാൻ കഴിയുന്നില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പരിശുദ്ധാത്മാവിൽ സഭയോട് ആലോചന വിളിച്ചു പറയുകയാണ്. അവൻ നിന്റെ കാലുകളെ മാൻപേട കാലുകൾക്ക് തുല്യമാക്കി തീർക്കുകയാണ്. ഓ ഹല്ലേലൂയ! അവൻ നിന്റെ കാലുകളെ മാൻപേട കാലുകൾക്ക് തുല്യമാക്കി തീർത്ത് ഉന്നതികളിൽ മേൽ വാഹനമേറ്റി ഓടുമാറാക്കുന്ന വലിയൊരു അഭിഷേകത്തിന്റെ ശക്തി സഭയ്ക്കകത്തോട്ട് പെയ്തിറങ്ങുന്ന മഴ പോലെ അത് പെയ്തിറങ്ങുകയാണ്. അതിന്റെ തലമുറകളുടെ മേൽ പെയ്തിറങ്ങുകയാണ്. അവിടെ കൊണ്ട് നിനക്ക് ഓടിക്കയറാൻ കഴിയത്തില്ലെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഓ അവൻ നിന്റെ ചിറകുകൾക്ക് ശക്തി പകർന്നിട്ട്, കഴുകന്റെ ബലം നിന്നെ ധരിപ്പിച്ചിട്ട് ഉയരങ്ങളിൽ പറത്താൻ, ഓ ഹല്ലേലൂയ, ഉയരങ്ങളിൽ നിന്ന് കാണാൻ, ഉയരത്തിൽ നിന്നുള്ള കാഴ്ചപ്പാടുകളെ നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ചില വ്യക്തി ജീവിതങ്ങളെ തൊടാൻ പോകും. ഞാൻ ഈ സമയം ആത്മാവിൽ സഭയെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. ശത്രു വെച്ച എന്തൊക്കെ വലിയ പദ്ധതികൾ, പ്ലാനുകൾ ഇതിന്റെ അകത്തു നിന്ന് നിഷ്ഫലമായി പോകുമെന്ന് ഞാൻ കാണുന്നു. നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയ വ്യക്തികൾ നിങ്ങൾക്കെതിരെ കഴിച്ചിരിക്കുന്ന ആലോചനകൾ ഈ രാത്രികാലം ഞാൻ ഇവിടെ നിന്ന് ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി ഇപ്പോൾ തന്നെ അത് ഹല്ലേലൂയ അഹിത്തോഫേലിന്റെ ആലോചനയെ ഹല്ലേലൂയ വ്യർത്ഥമാക്കിയ, ഓ ഹല്ലേലൂയ, ദൈവത്തിന്റെ ശക്തി ചില വ്യക്തികൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന കാഴ്ചയാണ്. ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് സൂപ്പർ നാച്ചുറൽ വെള്ളത്തിലേക്ക് കയറ്റിക്കൊണ്ടു പോവുകയാണ്. മഹത്വത്തിന്റെ ശക്തിയെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു സീസൺ. ഓ ഈ മഹത്വത്തിന്റെ ശക്തിയെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു വലിയ സീസണിലേക്ക് പരിശുദ്ധാത്മാവ് സഭയെ വ്യക്തികളെ കയറ്റിക്കൊണ്ടു പോവുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച്, തലയ്ക്ക് മീതെ കരങ്ങളെ അടിച്ച്, ഓ ശക്തിയോടെ, ഓ ഹല്ലേലൂയ, കർത്താവിന്റെ ഹല്ലേലൂയ എന്ന് പറയാം. യെശയ്യാപ്രവചനം 41 അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ വേഗത്തിൽ നമുക്കൊന്ന് വായിക്കാം. യെശയ്യാപ്രവചനം 41 അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ ഉറക്കെ വായിച്ചട്ടെ. ആമേൻ. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഇതിനകത്ത് ഞാൻ വളരെ വ്യക്തമായി പറയാം, ചില വ്യക്തികൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് വലിയ സെറ്റിങ്ങുകളെ ചെയ്യുക. അന്ന് യാക്കോബ് പുഴു പോലെ ഇരുന്നെങ്കിൽ ഇന്ന് പുത്രന്റെ സാദൃശ്യത്തിനകത്ത്, ഓ ഹല്ലേലൂയ, ആ പുത്രന്റെ ശക്തിയാൽ അവനെ ധരിച്ചിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഹല്ലേലൂയ അവന്റെ പുത്രത്വം പ്രാപിച്ചവരാ, അഭിഷേകം പ്രാപിച്ച ജനമാ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിന്റെ മേൽ ഒരു വലിയ ജയത്തിന്റെ സീസൺ പരിശുദ്ധാത്മാവ് കൽപ്പിക്കുക. അവൻ നിന്നെ വീണ്ടെടുക്കുന്ന ഒരു സീസൺ, അവൻ നിന്റെ കഷ്ടങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്ന ഒരു സീസൺ പരിശുദ്ധാത്മാവ് ഇവിടെ ആത്മമണ്ഡലത്തിൽ തുറക്കുന്ന കാഴ്ച ഞാൻ കാണുകയാണ്. അടുത്ത വാക്യം പറയുകയാണ്, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. എനിക്ക് സഭയോട് പറയാനുള്ള ആലോചന ഇതാ, നിന്നെ പല്ലേറിയതും മൂർച്ചയേറിയതുമായ ഒരു മെതിവണ്ടിയാക്കി തീർക്കുകയാണ്. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഏതു തരത്തിലുള്ള പർവ്വതങ്ങളാണെങ്കിലും, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഏതു തരത്തിലുള്ള സാഹചര്യങ്ങളാണെങ്കിലും അതിനെയൊക്കെ പൊടിച്ചു കളയാൻ കയറി ചെല്ലുമ്പോൾ, നിങ്ങൾ ഓരോരുത്തരും കയറി ചെല്ലുമ്പോൾ അതിനെ പൊടിക്കാനുള്ള ജ്ഞാനം, അതിനെ പൊടിക്കാനുള്ള അറിവ്, അത് ഏത് തരത്തിലുള്ള കാര്യവുമായിക്കോട്ടെ, അത് നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വലിയ ഇന്റർവ്യൂ ആണോ, അത് നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വലിയ എഡ്യൂക്കേഷന്റെ ഫീൽഡാണോ, അത് ഏത് ജോലി മണ്ഡലങ്ങളാണോ, അതിനെ തന്നെ മെതിക്കാൻ, അതിനെ പൊടിക്കാൻ, അതിനെ നിന്റെ കാൽ കീഴയാക്കാനുള്ള അഭിഷേകം, ഒരു വലിയ ജയത്തെ പരിശുദ്ധാത്മാവ് സഭയുടെ മേൽ വെക്കുകയാണ്. എന്നൊക്കെയോ പുതിയത് കർത്താവ് ചെയ്യുന്ന കാഴ്ച. ചില വ്യക്തികൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പുതിയ ചില കാര്യങ്ങൾ, ഞാനിത് ഒരു മെസ്സേജ് ആയിട്ട് പറയുന്നത്, ഇത് പ്രവചനമാണ്.
ഇനി വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ, അല്ലെങ്കിൽ ലോങ് ഡ്യൂറേഷൻ എടുത്തിട്ടില്ല, വരുന്ന ചില ദിവസങ്ങൾക്കുള്ളിൽ ഇതിനകത്ത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ നടന്ന സാക്ഷ്യം പറയും. ചുരുങ്ങിയ ദിവസങ്ങൾ, 14 days, നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തി 14 ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത്ഭുതങ്ങളുടെ പെരുമഴകൾ ഇതിന്റെ അകത്ത് വ്യാപരിക്കുകയാണ്. ഞാനോ ചിലർക്ക് വേണ്ടി വീടുകളെ പണിയുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു ഭയങ്കര കാര്യത്തെ ചെയ്യുന്ന കാഴ്ച ഞാൻ കാണുന്നു. നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നില്ല? പരിശുദ്ധ ഞാനല്ല ചെയ്യുന്നത്, കോവിൽ ചെയ്യുന്നതല്ല പറഞ്ഞത്, യേശു ഇതിന്റെ അകത്ത് ഇറങ്ങി വന്നിട്ട് അത്ഭുതം ചെയ്യുന്നതാ പറഞ്ഞത്. നിങ്ങളുടെ ആവേശം ഇവിടെ ആയിരുന്നാ പോരാ. ഓ ഹല്ലേലൂയ, നിങ്ങൾക്ക് നിങ്ങളുടെ ആവേശം പോരാ, യേശു ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായി, ഓ വീര്യങ്ങളെ പ്രവർത്തിക്കുന്നവനായി മുമ്പ് പാടിയതുപോലെ അത്ഭുതം യേശുവിന്റെ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിനാമെന്ന് പറഞ്ഞപ്പോൾ ആ ഉയർത്തുന്ന നാമമുള്ളവൻ ഇതിന്റെ അകത്ത് ഇറങ്ങി നിൽക്കുകയാണ്. എന്റെ യേശു എവിടെയെങ്കിലും ഇറങ്ങി വന്നാൽ അവിടെ അത്ഭുതങ്ങൾ നടക്കും. എന്റെ യേശു എവിടെയെങ്കിലും ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവായിട്ട് ഇവിടെ ഇറങ്ങി നിൽക്കും. അവൻ ചെയ്തിട്ടേ പോകത്തുള്ളൂ. കാരണം അവൻ ആലോചനയിൽ വലിയവനാ, അവൻ പ്രവൃത്തിയിൽ ഭയങ്കരനാ. എത്ര മിടുക്കന്മാരുടെ ആലോചനകളെ കാട്ടിലും, എത്ര വലിയ ശക്തിയെ കാട്ടിലും, ഏത് ജ്ഞാനിയുടെ ജ്ഞാനത്തെ കാട്ടിലും അല്ലെങ്കിൽ അവൻ ശക്തിയുള്ള ദൈവമാ. അവന്റെ വല്ലഭത്വം, അവന്റെ മഹത്വം ഈ ഭൂമിയിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വ്യാപരിച്ചാൽ അവനെ ആളുമാറ്റുന്ന അഭിഷേകമായി വ്യാപരിക്കും. ഇന്നുവരെ പുഴുവായിരുന്നെങ്കിൽ, ഇന്നുവരെ പൊടിയായിരുന്നെങ്കിൽ, ഓ നിന്റെ മേൽ അഭിഷേകം ചലിച്ചിട്ട്, ഓ നിന്നെ ഉയർത്തുന്നവനായി നിന്റെ നാമം ഭൂമിയിലെങ്ങും പരത്തുമാറാക്കുന്ന ദൈവമായി അവൻ വ്യാപരിക്കുക. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി യഹോവ ഒരു ഗൃഹം പണി. വീട് പണിയുമായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്ന് മൈക്ക് ഞാനിത് ഈ വിഷയം ഞാൻ അനേക ദിവസങ്ങളായി ഭാരപ്പെട്ട് എല്ലാ വിഷയങ്ങളും ഒരു സബ്മിഷനാണ് എന്റെ ഉള്ളിൽ ഞെരുങ്ങുന്ന ഒരു വിഷയം. ഇത് ഈ ഭവനം പണിയുന്നതിനെ കുറിച്ച്. ഭവനം ഇതുവരെ ഞങ്ങൾ പണി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിന് ഒന്നും നമ്മുടെ ചുറ്റും ഒന്നുമില്ല. ഇത് പരിശുദ്ധാത്മാവാണ് ഈ ആലോചന. ഹൃദയത്തിനകത്തെ ആലോചന പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുത്താൻ കഴിയും. അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന കർത്താവാണ്. അവൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ അറിയുന്ന കർത്താവാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രികാലം പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി നിങ്ങൾക്ക് വേണ്ടി വരുന്ന 6 മാസങ്ങൾക്കുള്ളിൽ ഒരു വലിയ 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 തിരിവ് കർത്താവ് ചെയ്യും. അതിനുള്ള സാമ്പത്തിക സ്രോതസ്സിനെ, ആ വലിയ സാമ്പത്തിക സ്രോതസ്സിനെ, ആ ഉറവകളെ ഞാനിപ്പോ ആത്മമണ്ഡലത്തിൽ ഞാൻ അതിനെ തുറക്കുകയാണ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അതിന്റെ മേൽ ഓപ്പണിങ്ങുകളെ കൽപ്പിക്കുക. സ്വർഗീയ കരം ഇപ്പോൾ തന്നെ ആ വ്യക്തിയെ തുടങ്ങും. ആ വ്യക്തിയുടെ സാഹചര്യങ്ങളെ തുടങ്ങും. ഇതിന്റെ അകത്ത് വീട് പണികളുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ കരം ചലിക്കട്ടെ. അത് പൂർത്തീകരണങ്ങളിലേക്ക് നീങ്ങട്ടെ. ബാങ്കുകളിലെ ബാധ്യതകളെ ഞാൻ ആത്മമണ്ഡലത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. നീ അവയെ പാറ്റും, കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോകും.
ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും. നീയോ യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധത്തിൽ പുകഴും. ഞാൻ വീണ്ടും ഒരു വാക്യം കറക്റ്റായിട്ട് പറയുകയാണ്. നീ അവയെ പാറ്റും. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർപോലെ ആക്കുകയും ചെയ്യും. നീ അവയെ പാറ്റും, കാറ്റ് അവയെ പറപ്പിച്ചുകൊണ്ട് പോകും. ഈ സീസൺ അതിന്റെ സീസൺ. വേറെ ആരെങ്കിലും വന്നിട്ട് പാറ്റുമല്ല പറഞ്ഞത്, വേറെ ആരെങ്കിലും വന്നിട്ട് മെതിക്കുമല്ല പറഞ്ഞത്. ഇന്ന് ഈ സീസൺ നിങ്ങൾക്ക് മെതിക്കാം, നിങ്ങൾക്ക് പൊടിക്കാം. നിങ്ങൾക്ക് അതിനെ പാറ്റിക്കളയാൻ കഴിയത്തക്ക നിലവാരത്തിലുള്ള ശക്തി ഇതിന്റെ അകത്ത് വ്യക്തികളുടെ പകരപ്പെടുകയാണ്. വേറെ ആരെങ്കിലും വന്നിട്ട് ചെയ്യുമല്ല പറഞ്ഞത്, ഒരു പുതിയ ശക്തി. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുമെന്ന് പറഞ്ഞ ആ ദൈവത്തിന്റെ ശക്തി ഇതിന്റെ അകത്ത് അസാധാരണമായി വ്യാപരിക്കുന്ന കാഴ്ചകൾ കാണുകയാണ്. കർത്താവിന് എപ്പോഴും ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ട്, പുതിയത് ചെയ്യിപ്പിക്കുക. ഇന്ന് വരെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളെ കർത്താവിന് ചെയ്യിപ്പിക്കുന്നതാണ് ഇഷ്ടം. അവൻ നമ്മളെ നന്നായി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്, അവൻ നമ്മളെ ശുഭകരമായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം അഭ്യസിപ്പിക്കുന്ന കർത്താവ്. അവനിൽ അഭ്യാസം തികഞ്ഞ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവനെ ഇന്ന് കേട്ടതുപോലെ ഇവിടെ എഴുന്നേറ്റ് നിന്നാൽ ആ പാട്ട് പാടിയതുപോലെ ഭൂതങ്ങളെ വിട്ടുടൻ പോകും, സർവ്വബാധയും തീർന്നിടവേ. ഹല്ലേലൂയ. ആ പാട്ട് പാടിയ വേഗത്തിൽ. ഓ ഹല്ലേലൂയ. നിങ്ങൾക്ക് അറിയാമോ, നിങ്ങളുടെ മേൽ അവൻ ശക്തിയെ പകർന്നിട്ട്, ഹല്ലേലൂയ, നിങ്ങളുടെ മേൽ ഹല്ലേലൂയ അഭിഷേകത്തെ പകർന്നിട്ട്, ഹല്ലേലൂയ, നിങ്ങളെ കൊണ്ട് ഓ ഹല്ലേലൂയ സകല കുന്നുകളെയും പൊടിക്കുവാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഏത് തരത്തിലുള്ള പ്രതിസന്ധി ആയിക്കോട്ടെ, പ്രതികൂലമായിക്കോട്ടെ, അവന്റെ ജ്ഞാനത്തെ നിങ്ങളുടെ മേൽ പകർന്ന്, അവന്റെ അഭിഷേകത്തെ നിങ്ങളുടെ മേൽ പകർന്ന് പുത്തൻ ചിലത് ചെയ്യാൻ, പുതിയത് ചെയ്യാൻ, പുതിയത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഇന്ന് പരിശുദ്ധയാത്മാവ് ഇതിന്റെ അകത്ത് ഇറങ്ങി നിൽക്കുകയാണ്. അതിന്റെ കരങ്ങളെ അടിച്ചു പാടുന്നു പാടിയാണ്. നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. എല്ലാവരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാവരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാ കർത്താവേ, വല്ലഭനാ കേൾക്കുവേ. നല്ലവനാ കർത്താവേ, വല്ലഭനാ കേൾക്കുവേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. ഭൂതങ്ങൾ വീട്ടുടൻ പോകും, സർവബാധയും നീങ്ങിടുന്നേ. ഭൂതങ്ങൾ വീട്ടുടൻ പോകും, സർവബാധയും നീങ്ങിടുന്നേ. രോഗികളും ആശ്വസിക്കും, സ്വരം രോഗികളും ആശ്വസിക്കും. സ്വരം മുഴക്കിടുവേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. ഭൂതങ്ങൾ പോവും, സർവബാധയും നീങ്ങിടുവേ. ഭൂതങ്ങൾ പോവും, സർവബാധയും നീങ്ങിടുവേ. രോഗികളും ആശ്വസിക്കും, സ്വയം മുഴങ്ങിടുവേ. രോഗികളും ആശ്വസിക്കും, സ്വയം മുഴങ്ങിടുവേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ് ഇതിനകത്ത്
ഫിനാൻഷ്യൽ റിസോഴ്സുകൾ ചില വ്യക്തികൾക്ക് വേണ്ടി തുറക്കപ്പെടും. എനിക്ക് ഇന്നലെ പറയാനായിട്ട് പറ്റിയില്ല. എനിക്കത് കൺഫർമേഷൻ കിട്ടാതെ എനിക്ക് എമൗണ്ടിൽ ഞാൻ കൺഫർമേഷൻ കിട്ടിയില്ല. ഞാൻ 3 കണ്ടു. അത് 3 ലക്ഷമാണോ 3 മില്യൺ ആണോ എന്നെനിക്ക് അറിയാൻ മേലാതായിരുന്നു. ഇന്നലെ നോബി ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കുമ്പോഴാണ് ഞാനത് കണ്ടത്. എനിക്കത് കൺഫ്യൂഷൻ ആയിപ്പോയി. അത് എത്രയാണെന്ന് പരിശുദ്ധാത്മാവ് ആ വ്യക്തിക്ക് വേണ്ടി 3 മില്യൺ റിയാലിന്റെ ഒരു ഓപ്പണിംഗ് ഒരു കൺഫർമേഷൻ കിട്ടിയില്ല. 3 മാത്രം ഞാൻ എടുത്തു കണ്ടു. എനിക്കത് എണ്ണാൻ പറ്റിയില്ല. ആ നമ്പർ സീറോകളുടെ എണ്ണം എനിക്ക് എണ്ണാൻ പറ്റിയില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് 3 മില്യൺ റിയാലിന്റെ ഒരു സൂപ്പർ നാച്ചുറൽ ഓർഡർ അസൈൻമെന്റ് എന്റെ മേൽ വീണിരിക്കുന്ന അഭിഷേകത്തിലും അധികാരത്തിലും നിന്നുകൊണ്ട് ഞാൻ ആ വ്യക്തിയുടെ മേൽ ഇപ്പോൾ അതിനെ റിലീസ് അതേ വലിയ അത്ഭുതങ്ങൾ വ്യക്തികൾക്ക് വേണ്ടി ആരുടെയെങ്കിലും സമ്പത്തിനെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും സമ്പത്തിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരുടെ പരിശുദ്ധാത്മാവ് അതിനെയൊക്കെ റിലീസ് ചെയ്യുന്നു. അസാധാരണമാകുന്ന ഫിനാൻഷ്യൽ എഴുതിയിട്ടോ അസാധാരണ ഫിനാൻഷ്യൽ വേണ്ടി വെളിച്ചെടുക്കുക. വലിയ സൂപ്പർ നാച്ചുറൽ ഫിനാൻഷ്യൽ അവൻ ആകാശത്തിൽ വഴികളെ തുറന്നു, അവൻ ഭൂമിയിൽ വഴികളെ തുറന്നു, അവൻ സമുദ്രത്തിനകത്ത് വഴികളെ തുറന്നു. കാരണം അവൻ ഈ സകല ഭൂമിയെയും നീട്ടിയ ഭുജം കൊണ്ട് ഇതിലുള്ള സകല മൃഗങ്ങളെയും മനുഷ്യരെയും അതിലെ സകല പക്ഷി മൃഗാദികളെയും ഞാൻ എന്റെ നീട്ടിയ ഭുജം കണ്ടു. എന്റെ വല്ലഭത്തിലുള്ള മഹത്വത്തിന്റെ ശക്തി കൊണ്ടും ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു. എനിക്ക് ബോധിച്ചവന് ഞാനത് കൊടുക്കും. പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ വ്യക്തികളുമാകുന്ന നിങ്ങൾ അവന്റെ രക്തത്താൽ അവന്റെ ഹിതത്തിനകത്ത് ബോധിച്ച വ്യക്തികളാണ്. അതുകൊണ്ട് അത് മറ്റുള്ളവർക്കുള്ളതല്ല, അത് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിങ്ങൾ ഓരോരുത്തർക്കുള്ളതാണ്. തലയിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞേ, ആ അധികാരവും അഭിഷേകവും ആ നന്മ എനിക്കുള്ളതാണ്. കിട്ടത്തില്ലെന്ന് പറഞ്ഞതിനെയൊക്കെ അവൻ വടക്കിനോട് തരികയില്ല, തെക്കിനോട് തടുത്തു വെക്കരുതെന്ന് കൽപ്പിക്കുന്ന ദൈവം. അങ്ങനെ ആ വചനമില്ലാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വചനം എടുത്തു നമുക്ക് കൽപ്പിക്കാൻ കഴിയും. ഈ വചനം എടുത്തുകൊണ്ട് അവൻ വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിച്ചാൽ നമ്മൾ ആത്മമണ്ഡലത്തിൽ കൽപ്പിക്കുക. അതിന്റെ തൊട്ട് താഴത്തെ ഒരു വാക്യം നോക്കിയിട്ട് നമുക്ക് പറയാം. അത് കഴിഞ്ഞാൽ എന്നാ സംഭവിക്കുമെന്ന്. ദൂരത്ത് നിന്ന് എന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്ത് നിന്ന് എന്റെ പുത്രിമാരെയും എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുന്ന ഏവരെയും എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. ഹല്ലേലൂയ. തൊട്ടുമോളി പറയാം, നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കുകയും ചെയ്യും. അവൻ വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വയ്ക്കരുതെന്ന് കൽപ്പിച്ചാൽ ഹല്ലേലൂയ, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ശേഖരണങ്ങൾ ഉണ്ടാകുമെന്ന്. അവൻ വടക്കിനോട് തടുത്തു വയ്ക്കരുതെന്നും വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വയ്ക്കരുതെന്നും കൽപ്പിച്ചാൽ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ശേഖരണങ്ങൾ ആത്മമണ്ഡലത്തിൽ വെളിപ്പെടുകയാണ്. ഈ സൂപ്പർ നാച്ചുറൽ സീസണെ സഭയുടെ മേൽ റിലീസ് ചെയ്യും. അസാധാരണ വഴികളും വാതിലുകളും സ്വർഗ്ഗം തുറക്കപ്പെടും. കാരണം ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യും. ചെയ്യാതെ മാറുന്ന കർത്താവ്. ചിലർക്കൊക്കെ തോന്നിയേക്കാം ഇത് ചുമ്മാ ഇങ്ങനെ അയച്ചു വിടുന്നതാണ്. പക്ഷെ ദൈവം പറയുന്നത് ഇതിന്റെ ഒരു ഉത്തരവാദിത്വവും എനിക്കില്ല.
ഇതെനിക്ക് യാതൊരു ഉത്തരവാദിത്വമുള്ള കാര്യമല്ല. ഇത് ദൈവാത്മാവ് അറിയിക്കുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു. ചിലർക്ക് തോന്നിയേക്കാം ഇത് കണിയാന്റെ പണിയാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പറഞ്ഞ ആളിപ്പോ സൗദി ചെല്ലണ്ടോ? അന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്നത് ഒന്നും അങ്ങോട്ടല്ല പോകുന്നതെന്ന്. കറങ്ങി തിരിഞ്ഞ് അവിടെ ചെല്ലണ്ടോ? ഇത് കേൾക്കാനായിട്ട് ദൈവത്തിന്റെ ചെവികൾക്ക് അവസരം തരാറുണ്ട്. ദൈവത്തിന്റെ ഫേവറാണ് ദൈവം. ഇതിന്റെ അകത്തിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളോടും, ഓരോ വ്യക്തികളോടും, ഓരോ മാതാപിതാക്കളോടും എനിക്ക് പരിശുദ്ധാത്മാവിൽ പറയാനുള്ള ഒരു കാര്യം, അവൻ ഈ സീസണിൽ നിങ്ങൾക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യാം. പുതിയ നേത്രമായ സൂപ്പർ നാച്ചുറലായത്, ഒരു കണ്ണ് കണ്ടിട്ടില്ലാതെ, ഒരു ചെവി കേട്ടിട്ടില്ലാതെ, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നാത്തത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. അവൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അത് ചെയ്യാനുള്ള ജ്ഞാനത്തെ, ഡിവൈൻ വിസ്ഡത്തെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പറയുക. വ്യക്തികൾക്ക് വേണ്ടി പുതിയ ഓപ്പണിങ്ങുകൾ ഉണ്ടാകുന്നതാണ്, പുതു നന്മകൾ ഉണ്ടാകുന്നതാണ്. എന്റെ ആത്മമണ്ഡലത്തിലെ എല്ലാ സഡൻ ഡെത്തുകളെയും ഞാൻ ക്യാൻസൽ ചെയ്യും. ആകസ്മികമായി ഉണ്ടാകാനിരിക്കുന്ന എല്ലാ മരണത്തിന്റെ ഇപ്പോൾ തന്നെ മരണത്തെ ജയിച്ച യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ദൈവം അവൻ മുടന്നുള്ളതിനെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം. അവൻ മുടന്നുള്ളതിനെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം. അവൻ കുരുട്ടുകടകളെ തുറക്കുന്ന ദൈവമാണ്. അവൻ ബദ്ധന്മാരെ കുണ്ടറകളിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിക്കുന്ന ദൈവമാണ്. ആ വിടുവിക്കുന്ന ദൈവമാണ് നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ചത്. ഈ സീസണിൽ ഇതിന്റെ അകത്തിരിക്കുന്ന വ്യക്തികളെ കർത്താവ് ഉപയോഗിക്കും. ഞാൻ കാണുന്നു ഒരു ന്യൂ സീസണിന്റെ ഓയിൽ ഇതിന്റെ അകത്ത്, ഒരു ന്യൂ സീസണിന്റെ ഓയിൽ ഈ വരുന്ന ഡിസംബർ മന്തിൽ സൂപ്പർ നാച്ചുറലി അനോയിന്റഡ്. ഈ ഡിസംബർ 1 മുതൽ നടക്കത്തിൽ എന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മേൽ അഭിഷേകം ചലിച്ചത് ആത്മമണ്ഡലത്തിൽ ആ അനോയിന്റിംഗിന്റെ ഓയിൽ ഇവിടെ പകരപ്പെടുന്നത് ഞാൻ കാണുകയാണ്. സൂപ്പർ നാച്ചുറൽ മന്തായിട്ട് ഈ വരുന്ന ഡിസംബർ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ അതിലേക്ക് കാര്യങ്ങൾ എടുത്ത് വെക്കുമ്പോൾ, നിങ്ങൾ അതിനകത്തേക്ക് കയറുമ്പോൾ വർഷങ്ങളായി നടക്കാത്തത്, നാളുകളായി പെൻഡിങ്ങിൽ കിടക്കുന്നത് വസ്തുക്കളുടെ കുരുക്കുകൾ പോലും അതിന്റെ ബൗണ്ടറികളെ സെറ്റ് ചെയ്യുന്ന കർത്താവിന്റെ കരം ചലിക്കുന്നത് ഞാൻ കാണുന്നു. കേൾക്കുന്ന ഒരു ശബ്ദം ഞാൻ പറയാം. വ്യക്തികൾക്ക് വേണ്ടി, ആർക്കു വേണ്ടി അവൻ വസ്തുക്കളുടെ ബൗണ്ടറികൾ ഇടുന്നത് ഞാൻ കാണുന്നു. അതുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങളും, വാദങ്ങളും, വാദഗതികളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആത്മമണ്ഡലത്തിൽ അത് പൊളിഞ്ഞു മാറാൻ ഞാൻ കൽപ്പിക്കുന്നു. ആമേൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് വേണ്ടി ദൂതൻ ഇറങ്ങി നിൽക്കുക. അതിന്റെ ബൗണ്ടറി തർക്കങ്ങൾ പരിഹരിക്കുന്ന കാഴ്ച ഞാൻ കാണുക. അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളുമായി ഇതിന്റെ അകത്ത് ഇപ്പോൾ ഇറങ്ങി നിൽക്കും. കർത്താവ് എല്ലാവരെയും ബ്ലസ് ചെയ്യും. കർത്താവേ, ഞാൻ യേശുവിന്റെ നാമത്തിൽ സഭയെ ബ്ലസ് ചെയ്യും. അങ്ങയുടെ കരം ഈ സമയം തന്നെ ഇവിടെ ചലിക്കണമേ.
lateral rain. പെട്ടെന്ന് നാട്ടിലോട്ട് ഓടിക്കുന്നു പറഞ്ഞ് നിൽക്കുന്ന സ്പിരിറ്റിനെ ഞാൻ ക്യാൻസൽ ചെയ്തു. സ്വർഗീയ കരം ഇതിനകത്ത് അസാധാരണമായി ചലിക്കും. എനിക്കിതിനെ നിർത്താൻ പോലും തോന്നുന്നില്ല. എനിക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയാത്ത നിലവാരത്തിൽ ഇതിനകത്ത് ആത്മശക്തി ലഭിക്കുക. ഞാൻ കാണുന്നു ദൂതന്മാർ ജയം കൊണ്ടുവരാൻ പോവുക. ജയത്തെ ജയത്തിന്റെ ഫലമായി മാറ്റുക. ജയത്തിന്റെ ശക്തിയായി തീരണം. ജയത്തിന്റെ ശക്തി വഴികൾ തുറക്കും. ഫിനാൻഷ്യൽ റിസോഴ്സുകൾ സെബൂലൂന്റെയും നഫ്താലിയുടെയും അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വീഴും. സിസ്റ്റർ, നിങ്ങൾക്ക് വേണ്ടി എന്തോ വസ്തുവിനെ പിടിച്ചോണ്ട് വരുന്ന ദൂതൻ കൈവിടപ്പെട്ടു പോയെന്ന് പറഞ്ഞതിന് തിരികെ പിടിച്ചോണ്ട് വരുന്ന ചില വ്യക്തികളുടെ ആലോചനകൾ നിങ്ങളുടെ മുമ്പിൽ ആത്മമണ്ഡലത്തിൽ നിഷ്ഫലമാകുന്ന കാഴ്ച ഞാൻ കാണുകയാണ്. ആ ദൈവശക്തി നിങ്ങൾക്ക് വേണ്ടി ചലിക്കുക. നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത് ഇനി അത് തിരികെ മേടിച്ചു തരാൻ ആരുമില്ലെന്ന് പറഞ്ഞത് നിങ്ങളെ തിരികെ നീതിമാന്റെ അവകാശത്തിന് ചെങ്കും അത് വാഴത്തില്ല എന്ന് പ്രൊഫറ്റിക്കൽ വെള്ളത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രവാചക അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്ന ഈ പ്രവാചകനെന്ന ഈ നിലയിൽ നിന്നുകൊണ്ട് ഞാൻ ഇതിനെ റിലീസ് ചെയ്യുന്നു. അതിനൊക്കെ നിങ്ങളുടെ വെള്ളത്തെ പരിശുദ്ധമാക്കി പരിശുദ്ധമാക്കി. ഇങ്ങനെയും ഒരു പ്രവാചകൻ എഴുന്നേറ്റ് പറയത്തക്ക നിലവാരത്തിൽ എഴുതുന്നു. സ്വർഗീയ കാര്യം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുക. മോനെ ജെറമി നിന്റെ 17ാമത്തെ വയസ്സിൽ നിന്റെ വായിൽ നിന്ന് ആദ്യത്തെ പ്രവചനം വീഴും. നീ തമാശയായിട്ട് നടക്കരുത്. ദൈവമായിട്ട് കൂടുതൽ കണക്ട് ചെയ്ത് നിന്റെ 18 വയസ്സുണ്ട്. നിന്റെ 17ാമത്തെ വയസ്സിൽ ഞാൻ നിന്നിൽ നിന്ന് പ്രവചന ശബ്ദങ്ങൾ പുറത്തു വരുന്നു. ഈ പ്രൊഫറ്റിക്കൽ മിനിസ്ട്രിയുമായിട്ട് നീ സ്റ്റിക്ക് ഓൺ ചെയ്ത അവൻ ആലയത്തെ വിട്ട് പിരിയാതിരുന്നെങ്കിൽ, ആ കൂടാരത്തെ വിട്ട് പിരിയാതെന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവനെ ഒരു പ്രവാചക അഭിഷേകത്തിൽ കയറ്റിയിട്ട് നിന്റെ പേരിൽ അത് വ്യാപരിക്കുമെന്ന് ആത്മാവിൽ പ്രവചിച്ചിട്ടുള്ള എന്തോ വേഗത്തിൽ നിന്റെ സീസണൽ ഷിഫ്റ്റിംഗുകൾ പുതിയതൊക്കെ നിന്റെ മേൽ സംഭവിക്കും. ഞാൻ ആത്മാവിൽ നിന്റെ മേൽ വലിയ ജയങ്ങൾ ഉണ്ടായി വരും. നിന്റെ മേൽ വലിയ ജയങ്ങൾ ഉണ്ടായി വരും. അങ്ങനെ ഞാൻ വീണ്ടും നിന്നെ കാണുമ്പോൾ നിന്നെ അമേരിക്കൻ ഐക്യനാടുകളിൽ പരിശുദ്ധമാവുകയും സ്വർഗീയ കരം വ്യക്തികൾക്ക് വേണ്ടി ഇതിനകത്ത് ചലിക്കുകയും സമയത്ത് കഴിയുമല്ലോ. വേഗത്തിൽ മുന്നോട്ട് പാട്ടുള്ള പാടി നമുക്ക് വേഗത്തിൽ നമുക്ക് സ്തോത്ര കാഴ്ച എടുത്ത് കർത്താവിന് വേലയ്ക്ക് വേണ്ടി കൊടുക്കാനുള്ളത് നമുക്ക് എല്ലാവരും കരങ്ങളിൽ എടുക്കാം. എടുത്ത് നമുക്ക് ഈ സമയം